ഇൻഡിഗോ വിമാന പ്രതിസന്ധിയെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ഞങ്ങളുടെ ആൻമരിയ റിപ്പോർട്ട് ചെയ്യുന്നു. കൃത്യമായ വിവരങ്ങൾ ഇൻഡിഗോ അധികൃതർ നൽകുന്നില്ല എന്നും യാത്രക്കാർക്ക് പരാതി. 9 മണിക്ക് പുറപ്പെടേണ്ട കൊച്ചി ബംഗളൂരു ഇൻഡിഗോ വിമാനം റദ്ദാക്കി കഴിഞ്ഞു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ആൻമരിയ സണ്ണി വീണ്ടും ചേരുകയാണ്. ആൻമരിയ, പ്രിയപ്പെട്ട നമ്മുടെ ഈ യാത്രക്കാർ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വിമാനത്താവളത്തിലെത്തി ഇതെല്ലാം ക്യാൻസൽ ചെയ്തെന്നറിയുന്ന യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. എന്നാൽ ഇവരോടൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ പോലും ഇൻഡിഗോ പോലൊരു വലിയ വിമാന കമ്പനിക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നത്? അത് തന്നെയാണ് കാരണം. കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ ഇവർക്ക് നേരത്തെ നൽകിയിട്ടില്ല. പലരും ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. പലതും വൈകി ഓടുന്നു എന്നുള്ള കാര്യം അറിയുന്നത്. കഴിഞ്ഞ ദിവസം പുറപ്പെടേണ്ടിരുന്നത് വിമാനം ഇന്നത്തേക്ക് അവർക്കത് മാറ്റിക്കൊടുത്തു. ഇന്നിവിടെ രാവിലെ 9 മണിയായ സമയത്തേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ 10:30 ആ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ വീണ്ടും അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് 12:30-ക്കായിരിക്കും പുറപ്പെടുക എന്നുള്ള കാര്യം അറിയുന്നത്. ചേട്ടാ, എത്ര മണിക്കായിരുന്നു പോകേണ്ടത്? 10:30. ഇപ്പം എന്താ? ഇപ്പോൾ 12:30 പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. പക്ഷേ ആപ്പിനകത്ത് ഇപ്പോഴും കാണിക്കുന്ന 10:30 സമയം തന്നെയാണ്. ആ ഡിസ്പ്ലേയിൽ 12:30 കാണിക്കുന്നു. ഇത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം ഇതേ സാഹചര്യമാണ്. അത് ഞാൻ ഇപ്പോൾ പകുതി വരെ വന്നപ്പോഴാണ് അറിയുന്നത്. പോസ്റ്റ്പോൺ ചെയ്ത് പിന്നെ 2-ാം തീയതി വരേണ്ടതായിരുന്നു. അത് പിന്നെ 6-ാം തീയതിക്ക് ഇതാക്കിയെന്ന് അറിയുന്നത്. പകുതി വരെ വന്നായിരുന്നു, പിന്നെ തിരിച്ചു പോയത്. ഇത് ചില വിമാനങ്ങളാണ്. ചിലത് വൈകിയാണ് ഓടുന്നത്, ചിലത് റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ ജമ്മുവിലേക്കൊക്കെ പോകുന്നതൊക്കെ റദ്ദ് ചെയ്തിട്ടുണ്ട്. സൈനികരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരോടൊക്കെ സംസാരിച്ചു. ആൾക്ക് നാളെ ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. പക്ഷേ വിമാനം റദ്ദ് ചെയ്തുകൊണ്ട് അവരോട് തിങ്കളാഴ്ച വേണമെങ്കിൽ നോക്കാം, അതും ഉറപ്പില്ല എന്നാണ് ഇവിടെ നിന്നുള്ള അധികൃതർ നൽകുന്നത്. രോഗിയായിട്ടുള്ളൊരു അമേരിക്കൻ മലയാളിയാണ്. എപ്പോഴത്തേക്കുമായിരുന്നു, എവിടേക്കായിരുന്നു പോവേണ്ടത്? ഇന്നലെ ഇവിടെ 4:30 പോകേണ്ടതായിരുന്നു മുംബൈയിലോട്ട്. ഞാൻ ആക്ച്വലായിട്ട് ഇൻഡിഗോ വരിയല്ല, ബ്രിട്ടീഷ് എയർവേസ് വരിയാണ് മൊത്തം ബുക്ക് ചെയ്തത്. അവർ ഇവിടുന്ന് മുംബൈയിലുള്ള ഫ്ലൈറ്റ് ഇൻഡിഗോയ്ക്ക് അസൈൻ ചെയ്തതാണ്. പക്ഷേ ഇവിടെ ക്യാൻസൽ ആയതുകൊണ്ട് എനിക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് മിസ്സായി. മുംബൈയിൽ നിന്ന് രാത്രിയിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരെന്താ പറയുന്നത്? അവർ എൻ്റെ അടുത്ത് ലാസ്റ്റ് ഇവർ പറഞ്ഞത് ബ്രിട്ടീഷ് എയർവേസിൽ ഇവർ വിളിക്കാമെന്ന്. ബിക്കോസ് എനിക്ക് ഫോൺ സർവീസ് ഇല്ല. എന്നിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടില്ല. ബിക്കോസ് അവർ ബ്രിട്ടീഷ് എയർവേസിനെ വിളിച്ചിരുന്നെങ്കിൽ അവർ ഫിക്സ് ചെയ്തേനെ മൊത്തം. എന്നിട്ട് എനിക്കിങ്ങോട്ട് വണ്ടി കൊണ്ടുവന്ന ആളുടെ അടുത്ത് ഫോൺ വഴി 5 മണിക്ക് വിളിച്ചായിരുന്നു ബ്രിട്ടീഷ് എയർവേസിന്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ സിസ്റ്റത്തിൽ ഇത് ക്യാൻസൽഡ് അല്ല, ഡിലേഡ് ആണെന്ന് കാണിക്കുന്നതുകൊണ്ട് അവർക്ക് ക്യാൻസലായിട്ട് അപ്ഡേറ്റ് ആകുമ്പോഴേ അവർക്ക് മൊത്തം എനിക്ക് മാറ്റിത്തരാൻ പറ്റത്തുള്ളൂ എൻ്റെ ഡെസ്റ്റിനേഷൻ വരെ. ഇത് തന്നെയാണ്. ഇവിടെയുള്ള ഓരോ ആളുകളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുൻപും എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ടാണ്. പക്ഷേ അവിടെയൊന്നും നമ്മൾ കാണാത്ത രീതിയിലാണ് വലിയ കുറേ ബാഗുകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു. ഇവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സൗകര്യം ഒരുക്കിയിട്ടില്ല നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരിക്കലും കാണാത്തതുപോലെയൊക്കെ എയർപോർട്ടിന് മുൻപിലായിട്ട് കസാരകളൊക്കെ നിരത്തിയിട്ടിരിക്കുകയാണ്. വന്ന് ഇരിക്കാം എന്നുള്ള രീതിയിലുള്ള കസാരകളൊക്കെ നിരത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് പലരെയും അറിയിച്ചിട്ടില്ല. പലരും ഇന്ന് നമ്മൾ രാവിലെ വന്ന് സംസാരിച്ചതാണ്. അവർക്ക് ഈ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ പോകേണ്ട ആളുകളാണ്. അവർക്കൊന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയത് പോലും ഇല്ലാത്ത കുറേ വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടു. അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ദുരിതത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 9 മണിക്ക് പുറപ്പെടേണ്ട കൊച്ചി ബംഗളൂരു ഇൻഡിഗോയാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചി മുംബൈ ഇൻഡിഗോ വൈകി ഓടും. കൊച്ചി ജമ്മു ഇൻഡിഗോ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. ഹൈദരാബാദ് ഇൻഡിഗോയാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇങ്ങനെ പല വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ലഭ്യമാകുന്നില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ യാത്രക്കാരും അയ്യപ്പ ഭക്തരടക്കമുള്ള യാത്രക്കാർ, രോഗികൾ എല്ലാവരും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആൻമരിയ സണ്ണിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ചേർന്നത്. കൊച്ചി നെടുമ്പാശ്ശേരിയിലും ഒരുപാട് ഇൻഡിഗോ വിമാനയാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു. കാര്യം വിദേശ നാടുകളിൽ നിന്നൊക്കെ എത്തി ഇൻഡിഗോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളുമായി യഥാർത്ഥ കാര്യം എന്താണെന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ധർമ്മസങ്കടം. കാര്യം വിമാനങ്ങൾ റദ്ദ് ചെയ്യുന്നു, പൈലറ്റുമാരുടെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് ഒരുപാട് 1000-ഓളം വിമാനങ്ങളാണ് ഇന്ന് റദ്ദ് ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടവർക്ക് പാരലൽ അറേഞ്ച്മെൻ്റ് ഇല്ല. അതുമാത്രമല്ല അവരോട് വിവരങ്ങൾ പറയുന്നില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തവരോട് തീർച്ചയായിട്ടും ഈ ഇൻഡിഗോ എന്ന വിമാന കമ്പനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അവർ പറയുക തന്നെ വേണം. അതിനായിട്ട് അവർ ഈ സ്റ്റാഫിനെ ഓവർ ടൈമിൽ ഉപയോഗിച്ചിരുന്നാലും ഈ ആളുകളുടെ സങ്കടങ്ങൾ മാറ്റാൻ അവർക്ക് കഴിയണം. വിമാന സർവീസും റദ്ദ് ചെയ്തു, കമ്മ്യൂണിക്കേഷനും ഇല്ല. അനാഥമായി നമ്മുടെ ഈ വിമാനത്താവളങ്ങളിൽ പെട്ടുപോകുന്ന യാത്രക്കാരുടെ ദുരന്തവും ഇൻഡിഗോ കമ്പനി കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.